പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അനവധി വിവാദങ്ങളാണ് പ്രതിപക്ഷവും നമ്മുടെ മാധ്യമങ്ങളുമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 ശങ്കരാചാര്യന്മാരിലെ പ്രധാനപ്പെട്ട ഒരു ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശാനന്ദ സരസ്വതി പറഞ്ഞ ചില കാര്യങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രം അപൂർണമാണ്, ഒപ്പം തന്നെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല, മോദിക്ക് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്താനുള്ള അവകാശമില്ല എന്ന തരത്തിൽ വരെയൊക്കെ ആ വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഈ ശങ്കരാചാര്യ സ്വാമികൾ അല്ലെങ്കിൽ ആ മഠത്തിലുള്ള സ്വാമികളെല്ലാം മോദിക്കെതിരാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ തന്നെ പറയുന്നു തങ്ങളെല്ലാം മോദിയുടെ ആരാധകരാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2014 മോദി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ആത്മാഭിമാനം ഉണർന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഇതാദ്യമാണ്. തങ്ങളെല്ലാം മോദിയുടെ ആരാധകരാണ് എന്ന് സ്വാമി പറയുന്നു. ഇത് വാർത്താ ഏജൻസി ANIക്ക് നൽകിയ ഒരു ബൈറ്റിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. എന്നാൽ തങ്ങളെ മോദി വിരുദ്ധരാക്കാനും മോദിയുമായി തങ്ങളെ തെറ്റിക്കാനും ഇവിടുത്തെ മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അത്തരം വാർത്തകൾ വന്നതെന്നും പറയുന്നു. ഏതായാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഈ ശങ്കരാചാര്യന്മാർ പങ്കെടുത്തില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഈ ശങ്കരാചാര്യന്മാർ നേരെ പ്ലേറ്റ് തിരിച്ചിട്ടു എന്നുള്ളതാണ്. ഈ വാർത്ത നൽകാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടുമില്ല. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇത് ഏറ്റുപിടിക്കാൻ തയ്യാറായിട്ടുമില്ല. കാരണം മോദിയെ സ്തുതിച്ചുകൊണ്ട് ഈ സ്വാമി എത്തുമ്പോൾ ഇനി എന്തു പറഞ്ഞ് നിലനിൽക്കുമെന്നുള്ളൊരു അങ്കലാപ്പിലാണ് മാധ്യമങ്ങളെന്ന് തോന്നുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.